മുഖ്യമന്ത്രിക്കും CPM-നുമെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി PV അൻവർ. അൻവറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: ഗവർണറോട് ഒന്നിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനം ആകെ തുക വിജയമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MR അജിത് കുമാറിനെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിച്ചുകൊണ്ടുള്ള ലിസ്റ്റ് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റിന് കൈമാറിയിട്ടുണ്ട്. മലപ്പുറം SP ഓഫീസിലെ മരമുറി കേസുമായി ബന്ധപ്പെട്ട് എന്നെ ഫോണിൽ വിളിച്ച SP സുജിത് ദാസിനെ പാർട്ടി സമ്മേളനം നടക്കുന്നതിന് തൊട്ടു മുമ്പാണ് സർവീസിലേക്ക് തിരിച്ചെടുത്തത്. മുറിച്ച മരക്കുറ്റി അന്വേഷണത്തിന്റെ ഭാഗമായി ഒന്ന് പോയി നോക്കാൻ പോലും ഇന്നേ വരെ ഒരു ഉദ്യോഗസ്ഥനും തയ്യാറായിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റിന് കേരളത്തോടുള്ള നയം തിരുത്തുന്നതിനോ കേരളത്തിന് ലഭിക്കുന്ന പണം വാങ്ങുന്നതിനോ അല്ല നിർമ്മല സീതാരാമൻ കേരള ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. ആയിരുന്നെങ്കിൽ അതിന് ഗവർണറേക്കാൾ നല്ല ഓപ്ഷൻസ് സർവകക്ഷി സംവിധാനമായിരുന്നു. കൂടുതൽ ജനാധിപത്യപരമായ രീതിയും അതായിരുന്നു. ഞാൻ ഉന്നയിച്ചതടക്കമുള്ള നിരവധി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥനെയാണ് 7 പേരുള്ള ലിസ്റ്റിൽ പിണറായി സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റ് തിരഞ്ഞെടുത്ത് തിരിച്ചയക്കുന്ന 3 പേരിൽ ആരെ വേണമെങ്കിലും സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിക്കാം. അധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നതടക്കം ഗൗരവമുള്ള വിഷയങ്ങളിൽ അന്വേഷണം നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷണം നടക്കുമ്പോൾ തന്നെ സംസ്ഥാന പോലീസ് മേധാവിയാക്കാൻ തിടുക്കപ്പെടുന്ന സംസ്ഥാന സർക്കാരിനെ ആരും സംശയിക്കരുത്, ചോദ്യം ചെയ്യുകയുമരുത്. കാരണം ഇവിടെ ചോദ്യങ്ങളില്ല, ഉത്തരങ്ങൾ മാത്രമേയുള്ളൂ. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളുടെ നീണ്ട നിര ആവർത്തന വിരസമാണ്. പിണറായി വിജയൻ ഒരു കാരണവശാലും ADGP-യെ കൈവിടില്ലെന്ന് ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇതേവരെ ഉണ്ടായിട്ടില്ല. RSS പശ്ചാത്തലമുള്ള ഗവർണറെയും കൂട്ടി മുഖ്യമന്ത്രി ഡൽഹി സന്ദർശിച്ചത് കേരളത്തിന്റെ പൊതുവായ ആവശ്യത്തിനാണെന്ന് സോഷ്യൽ മീഡിയയിൽ വിശദീകരണം നൽകുന്ന സഖാക്കളോട് എനിക്ക് പറയാനുള്ളത്, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ CPM-ഉം BJP-യും തമ്മിൽ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുമെന്ന് നിങ്ങൾ സമ്മതിക്കുകയോ ചെയ്യരുത്. കാരണം അത് നമ്മുടെ ക്യാപ്സുകൾക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് PV അൻവർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്.